ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ എൻ്റെ ഇത്താത്തയുടെ വീട്ടിലോട്ട് പോവാട്ടോ. അപ്പോൾ അവളും പിള്ളേരും അവിടെയാണ്. അപ്പോൾ അവർ വിളിക്കാൻ വേണ്ടിയാണ് നമ്മൾ പോണത്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഓട്ടോയിലാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. കാരണം കുറച്ചധികം സാധനങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവരാനുള്ളത് കൊണ്ടാണ് നമ്മൾ ഓട്ടോ വിളിച്ച് പോകുന്നത്. അപ്പോൾ ആളുടെ വീട് വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ കൊടുങ്ങല്ലൂർ കോതപറമ്പ് എന്നൊരു സ്ഥലത്താണ് ആളുടെ വീട് വരുന്നത്. അപ്പോൾ ഞാനും ഉമ്മച്ചിയും അമ്മാലും കൂടിയാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഇതേ നമ്മൾ പോണ വഴിക്ക് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഉച്ച സമയം ബ്ലോക്ക് ഇല്ലാന്നൊക്കെ വിചാരിച്ചെങ്കിലും അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ അമ്മാല് ഇവിടെ ഉറങ്ങണോ വേണ്ടിയോ എന്നുള്ളൊരു ആലോചനയിലാണ്. ആൾക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ റോഡിലെ കന്യായ ബ്ലോക്കായിരുന്നു. കാരണം അവിടെ ഹൈവേ വന്നതുകൊണ്ട് അതിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് റോഡൊക്കെ വളരെയധികം മോശമായിരുന്നു. നമ്മൾ പോണ വഴിക്കൊക്കെ ഇങ്ങനെ വെട്ടിപ്പൊളിച്ചൊക്കെ ഇങ്ങനെ ഇട്ടേക്കായിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും കാറ്റടിച്ചൊക്കെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അമ്മാല ഇവിടെ ഉറങ്ങിപ്പോയി. അങ്ങനെ നമ്മളൊരു 1.5 മണിക്കൂറിൻ്റെ യാത്രകൾക്ക് ശേഷം നമ്മൾ കൊടുങ്ങല്ലൂർ എത്തിയിട്ടു. അപ്പോൾ ഇതാണ് ആളുടെ വീട്ടിലോട്ടുള്ള വഴി വരുന്നത്. ഈ വഴിയിലോട്ട് കയറുമ്പോൾ ഫുൾ അവളുടെ കുടുംബക്കാരൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് അവളുടെ ഒരു മൂത്താപ്പാടെ വീടാണ്. അപ്പോൾ ഈ വീടിന് തൊട്ടപ്പുറത്തുള്ളതാണ് അവളുടെ കല്യാണം കഴിപ്പിച്ച് വിട്ടേക്കുന്ന വീട്. അവളിപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് വേറെ വീടൊക്കെ വെച്ച് മാറി. പക്ഷെ ഇപ്പോൾ നിൽക്കാൻ വന്നേക്കുന്നത് ഈ വീട്ടിലാണ്. അപ്പോൾ ഇത് അവളുടെ അനിയൻ്റെ വൈഫാണ്. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയപ്പോൾ നമ്മുടെ പാത്തു നമ്മളെ കണ്ടാൽ തന്നെ ഓടി വന്നിട്ട് കുഞ്ഞുമണി എന്ന് പറഞ്ഞുകൊണ്ട് അമ്മാലെ കളിപ്പിക്കാൻ വേണ്ടി. പിന്നെ നമ്മുടെ ചെറുക്കനൊക്കെ ഇവിടെ നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ഈ 2 ഫ്രെയിമുകൾ ഞാൻ ചെയ്തു കൊടുത്ത 2 വർക്കാണ്. പിന്നെ തേന അവിടെ കുറേ ഫ്രെയിമുകളും സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അവളുടെ കല്യാണ ഫോട്ടോയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ജ്യൂസൊക്കെ കുടിച്ചു. കുറേ നേരം വർത്താനം വന്നതിന് ശേഷം നമ്മൾ ചോറ് തിന്നാൻ വേണ്ടി ഇരുന്നു. ചെമ്മീനും മീനും ഒക്കെ ആയിട്ട് അടിപൊളി ഫുഡ് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഞാനും അമ്മയും കൂടി ഒന്നും തൊട്ടടുത്തുള്ള ഒരു ഷോപ്പിലോട്ട് പോവാണ്. നിൽക്കാക്കടെ ബർത്ത്ഡേ ആയതുകൊണ്ട് സർപ്രൈസ് ആയിട്ട് എന്തെങ്കിലും മേടിക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനൊരു ഷർട്ടിൻ്റെ ഷോപ്പിലാണ് പോയത്. ഒരു ഷർട്ട് മേടിച്ചു, ഒരു ക്യാപ്പ് മേടിച്ചു. അങ്ങനെ തേന നമ്മൾ അതിനൊക്കെ ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് കൊണ്ടുപോകാനുള്ളത്. അങ്ങനെ സാധനങ്ങളെയും അവളെയും പിള്ളേരും എല്ലാവരെയും കയറ്റി നമ്മൾ വീട്ടിലോട്ട് പോകുന്നു. അപ്പോൾ തിരിച്ച് വീട്ടിലെത്തി നമ്മൾ അതിനുശേഷം ഒരു പെട്ടി പൊട്ടിക്കൽ ചടങ്ങ് ഉണ്ടായിരുന്നു. കാരണം അനിയൻ്റെ വൈഫ് ഗൾഫിലായിരുന്നു. അപ്പോൾ അവർ വന്നപ്പോൾ ആമിനാക്കും കുട്ടികൾക്കും കുറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടോ. അപ്പോൾ നമ്മളത് കാണാൻ വേണ്ടിയിട്ട് പെട്ടി പൊട്ടിക്കലൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.